ഹലോ നീറ്റ് ആസ്പിരൻസ്. ഇപ്പൊ നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 2023 ചോദിച്ചിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ? യെസ്, ഗോയിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In gene gun method used to introduce alien DNA into host cells, microparticles of dash metal are used. Okay, അപ്പോൾ നമ്മൾ എന്താണ് ജീൻ ഗൺ മെത്തേഡ് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് നമ്മൾ ഏതിൽ കോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ ആ ഒരു മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു സംശയമില്ലാണ്ട് പറയാം ടങ്സ്റ്റൺ ഓർ ഗോൾഡ് ആണ്. ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എക്സ്പോഷർ ടു UV റേഡിയേഷൻ DNA stained with ethidium bromide will show. ഓക്കെ, അപ്പോൾ എത്തീഡിയം ബ്രോമൈഡിന്റെ കേസൊക്കെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ആ ഒരു UV റേസിന്റെ അണ്ടറിൽ നമുക്ക് ഏത് കളറിലെ DNA ബാൻഡ്സിനെ കാണാൻ പറ്റുക? നമുക്കറിയാം ബ്രൈറ്റ് ഓറഞ്ച് കളർ ആണ്. ലെസി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് is not a cloning vector? അപ്പോൾ ക്ലോണിംഗ് വെക്ടർ അല്ലാത്തത് ഏതാണ്? നിങ്ങളൊന്ന് വായിച്ചു നോക്കി. YAC എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ആണ്. അതൊരു ക്ലോണിംഗ് വെക്ടർ ആണ്. PBR322 ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ കോമൺലി യൂസ്ഡ് ക്ലോണിംഗ് വെക്ടർ. പ്രോബ് എന്ന് പറയുന്നത് ക്ലോണിംഗ് വെക്ടർ ആണോ? ഒരിക്കലുമല്ല, അത് തെറ്റാണ്. BAC എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസും ആണ്. അപ്പൊ ഇതും ക്ലോണിംഗ് വെക്ടർ ആണ്. അപ്പൊ ഏതാണ് ക്ലോണിംഗ് വെക്ടർ അല്ലാത്തത്? നമ്മുടെ പ്രോബ് ആണ്. സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, and the last question, during the purification process for recombinant DNA technology, addition of chilled ethanol precipitates out dash. എന്തിനെയാണ് precipitate ചെയ്യുന്നത്? DNA നെയാണ് അല്ലെ? സ്ട്രാൻഡ്സ് ആയിട്ട് നമുക്ക് DNA നെ അവിടെ കാണാൻ പറ്റും. ആ DNA നെ നമ്മൾ ഏത് പ്രോസസ്സ് വഴിയായിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? നമ്മുടെ സ്പൂളിംഗ് മെത്തേഡ് വഴിയായിട്ട്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.